എല്ലാവർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് +1 NCERTയിലെ ഒരു ചാപ്റ്ററായ ഓസിലേഷൻസ് എന്ന ഒരു ചാപ്റ്ററിനെ പറ്റിയുള്ള ക്ലാസ്സാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഓസിലേഷൻ എന്ന ഈ ക്ലാസ്സിൽ നമ്മൾ ഈ ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കുകൾ ഇലാസ്തികത, വിവിധ തരം മോഡുലസുകൾ എന്നീ ടോപ്പിക്കുകൾ രണ്ടുമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് രൂപാന്തര ബലം അഥവാ ഡീഫോമിംഗ് ഫോഴ്സ് എന്താണ് എന്നാണ്. ഓക്കെ, അപ്പോൾ രൂപാന്തര ബലം എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട്, ഒരു വസ്തുവിൻ്റെ രൂപത്തിനോ ആകൃതിക്കോ മാറ്റം വരുത്തുന്ന ബലങ്ങളാണ് രൂപാന്തര ബലം. അതിനെ നമുക്കൊരു സ്പോഞ്ചിൻ്റെ ഉദാഹരണം വെച്ച് നോക്കാം. ഇപ്പം നമ്മളുടെ കയ്യിലൊരു സ്പോഞ്ച് എടുക്കുന്നു, ആ സ്പോഞ്ചിലേക്ക് നമ്മളൊരു ബലം കൊടുക്കുന്നു, ആ ഒരു സ്പോഞ്ച് നമ്മൾ അമർത്തിപ്പിടിക്കുന്നു, നമ്മളൊരു ബലം കൊടുക്കുന്നു. ഈ ബലം കൊടുക്കുമ്പോൾ നമുക്കറിയാം പെട്ടെന്ന് ആ സ്പോഞ്ച് അതിൻ്റെ ആകൃതിക്കും അതിൻ്റെ രൂപത്തിനും ഒരു മാറ്റം വരും. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ ഈ കൊടുത്ത ബലമാണ് രൂപാന്തര ബലം അല്ലെങ്കിൽ ഡീഫോമിംഗ് ഫോഴ്സ്. പേരിൽ തന്നെയുണ്ട്, രൂപത്തിന് ഒരു അന്തരം വരുത്തുന്നു അല്ലെങ്കിൽ രൂപത്തിന് ഒരു മാറ്റം വരുത്തുന്നു, അതാണ് ഡീഫോമിംഗ്. അതിൻ്റെ ഫോമിനെ ഒന്ന് മാറ്റുന്നു, അതിൻ്റെ രൂപത്തിനെയും ആകൃതിയെയും മാറ്റം വരുത്തുന്ന ബലങ്ങളാണ് രൂപാന്തര ബലം. അപ്പം നമ്മളൊരു വസ്തുവിൽ രൂപാന്തര ബലം കൊടുക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ആ വസ്തുവിൽ തന്മാത്രകളുടെ സ്ഥാനത്തിന് ഒരു മാറ്റം വരികയാണ്. ഇപ്പം നമ്മളുടെ കയ്യിൽ ഇങ്ങനെ ഒരു ആകൃതിയിലെ വസ്തു ഇരിക്കുന്നു. അപ്പോൾ ഈ വസ്തുവിലേക്ക് ഞാനൊരു രൂപാന്തര ബലം കൊടുക്കുന്നു. അപ്പോൾ ഈ രൂപാന്തര ബലം കൊടുക്കുന്നതിന് മുന്നേ വസ്തുക്കളുടെ സ്ഥാനം, വസ്തുവിലെ ഓരോ തന്മാത്രകളുടെയും സ്ഥാനം ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളൊരു ബലം കൊടുക്കുമ്പോഴത്തേക്ക് ഓരോ തന്മാത്രകളുടെയും സ്ഥാനം മാറുന്നതായി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഓരോ തന്മാത്രകളുടെയും സ്ഥാനം മാറുന്നത് കൊണ്ടാണ് വസ്തുവിന് ഒരു പുതിയ രൂപവും ആകൃതിയും കൈവരിക്കുന്നത്. അപ്പോൾ ഇതാണ് രൂപാന്തര ബലം അല്ലെങ്കിൽ ഡീഫോമിംഗ് ഫോഴ്സ്. വസ്തുവിന് രൂപത്തിനും ആകൃതിക്കും മാറ്റത്തിനിടയാക്കുന്ന ബലത്തെ നമുക്ക് രൂപാന്തര ബലങ്ങൾ എന്ന് വിശേഷിപ്പിക്കാം. ഓക്കെ, ഇനി പലതരം വസ്തുക്കളും പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് ഇലാസ്തികത എന്ന് പറയുന്നത്. നമ്മളിപ്പോഴും ഇലാസ്തികത പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണമാണ് ഒരു റബ്ബർ ബാൻഡ്. നമ്മളിപ്പോൾ ഒരു റബ്ബർ ബാൻഡ്, ഈ ഒരു ഷേപ്പിലിരിക്കുന്ന റബ്ബർ ബാൻഡ് എടുക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ റബ്ബർ ബാൻഡിൻ്റെ ഒരു സ്ഥലത്തേക്ക് ഒരു രൂപാന്തര ബലം കൊടുക്കുന്നു. ആ റബ്ബർ ബാൻഡ് ഒരു സൈഡിൽ നമ്മളിങ്ങനെ വലിക്കുന്നു. ഓക്കെ, അപ്പം ആ റബ്ബർ ബാൻഡിൻ്റെ നീളം എന്ത് ചെയ്യുന്നുണ്ട്? വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഈ നീളം വർദ്ധിച്ചു കഴിഞ്ഞിട്ട് ഉടനെ ഞാൻ ഈ കൊടുത്ത ബലം നമ്മളങ്ങ് മാറ്റുന്നു. അപ്പം വസ്തു എന്ത് ചെയ്യും? യഥാർത്ഥ രൂപം എങ്ങനെയാണോ ആ രൂപത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. അതായത് ഒരു വസ്തുവിൽ നമ്മളൊരു രൂപാന്തര ബലം കൊടുക്കുന്നു, വസ്തു അതിൻ്റെ രൂപവും ആകൃതിയും മാറ്റുന്നു. ഈ രൂപാന്തര ബലം പിൻവലിക്കുമ്പോൾ വസ്തു അതിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്കും ആകൃതിയിലേക്കും തിരിച്ചു വരുന്നു. വസ്തുക്കളുടെ ഈ സ്വഭാവത്തെയാണ് ഇലാസ്തികത എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഇലാസ്തികത കാണിക്കുന്ന വസ്തുക്കളെ നമ്മൾ ഇലാസ്തികത വസ്തുക്കൾ എന്നും വിശേഷിപ്പിക്കും. ഓക്കെ, അപ്പോൾ ഈ ഇലാസ്തികത കാരണം ഇപ്പം നമ്മളൊരു വസ്തുവിൽ ഒരു രൂപാന്തര ബലം കൊടുക്കുമ്പോൾ ആ രൂപാന്തര ബലം പിൻവലിക്കുമ്പോൾ വസ്തു യഥാർത്ഥ രൂപത്തിലെത്തുന്നു. അപ്പോൾ ഈ വസ്തുവിനുണ്ടായ ഒരു ചെറിയ മാറ്റം ഉണ്ടല്ലോ, ആ രൂപാന്തര ബലം കൊടുത്ത് ആ വസ്തുവിന് ചെറുതായിട്ട് അതിൻ്റെ നീളം മാറി. ഇത്തരത്തിലുള്ള രൂപമാറ്റത്തെ നമ്മൾ വിളിക്കുന്നതാണ് ഇലാസ്തികത രൂപാന്തരം. അതായത് ഇലാസ്തികത മൂലം ഒരു വസ്തുവിനുണ്ടാകുന്ന രൂപാന്തരമാണ് ഇലാസ്തികത രൂപാന്തരം. ഇലാസ്തികത വസ്തുക്കൾ നമ്മൾ പലരും പറയാറുണ്ട്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ റബ്ബർ ബാൻഡ് തന്നെയാണ്. പക്ഷെ റബ്ബർ ബാൻഡ് എന്നൊക്കെ പറയുന്നത് ഒരു പരിപൂർണമായിട്ടൊരു ഇലാസ്റ്റിക് വസ്തു അല്ല. നമ്മൾ ആ കൊടുക്കുന്ന രൂപാന്തര ബലം പിൻവലിക്കുമ്പോൾ വസ്തു യഥാർത്ഥ ഷേപ്പിലേക്കും അല്ലെങ്കിൽ യഥാർത്ഥ രൂപത്തിലേക്കും തിരിച്ചു വരുന്നില്ല. ചെറുതായിട്ടൊക്കെ അതിനെന്തുണ്ട്? ഒരു രൂപാന്തരം ഉണ്ട്, സംഭവിക്കുന്നുണ്ട് നമുക്ക്, പക്ഷെ അത് പെട്ടെന്ന് കാണാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ പറയുന്ന പരിപൂർണ ഇലാസ്തികത വസ്തു എന്ന് പറയുന്നത് ക്വാർട്സ് ആണ്. ക്വാർട്സ് എന്ന് പറയുന്ന ക്വാർട്സിന്റെ തന്തുക്കളാണ് യഥാർത്ഥ ഇലാസ്തികത വസ്തുവിന് ഉദാഹരണം. ഇപ്പം യഥാർത്ഥ ഇലാസ്തിക വസ്തു ഒന്ന് നോക്കി വെക്കണം, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പരിപൂർണ ഇലാസ്തികത വസ്തുക്കൾ അല്ലെങ്കിൽ യഥാർത്ഥ ഇലാസ്തിക വസ്തുവിന് ഉദാഹരണം ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ക്വാർട്സ് ആണ്. ഓക്കെ, ഇനി അടുത്ത ഒരു വിശേഷമാണ് പ്ലാസ്റ്റികത. ഇതുപോലൊരു വസ്തു എടുക്കുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഒരു ബോക്സ് എടുക്കുന്നെന്ന് വിചാരിക്കുക. ആ ബോക്സിലേക്ക് ഒരു രൂപാന്തര ബലം
കൊടുക്കുന്നു. ഈ രൂപാന്തര ബലം കൊടുത്തു കഴിഞ്ഞ് ആ രൂപാന്തര ബലം ഞാൻ പിൻവലിക്കുമ്പോൾ വസ്തു അതിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് തിരിച്ചു വരുന്നില്ല. വസ്തു ഒരു പുതിയ രൂപത്തിലേക്ക് തന്നെയായി നിൽക്കുന്നു. അതൊരിക്കലും അതിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്കും യഥാർത്ഥ ആകൃതിയിലേക്കും തിരിച്ചു വരത്തില്ല. വസ്തുക്കളുടെ ഇത്തരം സ്വഭാവത്തെ നമുക്ക് പ്ലാസ്റ്റികത അല്ലെങ്കിൽ പ്ലാസ്റ്റിസിറ്റി എന്ന് വിശേഷിപ്പിക്കാം. അപ്പോൾ ഈ പ്ലാസ്റ്റികത കാണിക്കുന്ന വസ്തുക്കളാണ് പ്ലാസ്റ്റിക് വസ്തുക്കൾ എന്ന് പറയുന്നത്. പ്ലാസ്റ്റികതയ്ക്ക് ഉദാഹരണം, പ്ലാസ്റ്റിക് വസ്തുക്കൾക്ക് ഉദാഹരണം പുട്ടി. നമ്മൾ ഈ പെയിന്റ് അടിക്കുന്നതിന് മുന്നേ നമ്മളൊരു വെള്ള കളറിൽ പൂശാറുള്ള പുട്ടി, അതുപോലെ തന്നെ ചെളിയിലൊക്കെ നമ്മളൊരു ബലം കൊടുത്തു കഴിഞ്ഞാൽ ചെളിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറും. പക്ഷെ ആ ബലം നമ്മൾ പിൻവലിക്കുമ്പോൾ ഒരിക്കലും ചെളി അതിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് എന്ത് ചെയ്യുന്നില്ല, തിരിച്ചു വരുന്നില്ല. ഓക്കെ, അപ്പോൾ പ്ലാസ്റ്റിക് ഉദാഹരണങ്ങൾക്ക് ഉദാഹരണമാണ് പുട്ടിയും ചെളിയും. പരിപൂർണ്ണ പ്ലാസ്റ്റിക് വസ്തുക്കളാണ് കേട്ടോ പുട്ടിയും ചെളിയും ഒക്കെ. ഓക്കെ, പിന്നെ പാരഫിൻ എന്ന് പറഞ്ഞൊരു വസ്തുവുണ്ട്. പാരഫിൻ്റെ ഒരു മെഴുകെന്ന് പറയും. അപ്പോൾ ഈ പാരഫിൻ മെഴുകും നമ്മൾ പ്ലാസ്റ്റിക് വസ്തുവിന് ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ രൂപാന്തര ബലം കൊടുക്കുമ്പോൾ വസ്തുവിന് സംഭവിക്കുന്ന മാറ്റത്തെക്കുറിച്ച് നോക്കാം. ഇപ്പോൾ ഒരു വസ്തു ഇരിക്കുന്നു. ഈ വസ്തുവിലേക്ക് ഒരു രൂപാന്തര ബലം നമ്മൾ പ്രയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ രൂപാന്തര ബലം കൊടുക്കുമ്പോഴത്തേക്ക് വസ്തുവിലെ ആറ്റം ഓരോ തന്മാത്രകൾക്കും സ്ഥാനമാറ്റം സംഭവിക്കുകയും വസ്തുവിനകത്ത് ഈ രൂപാന്തര ബലത്തിനെ എതിർത്തുകൊണ്ട് മറ്റൊരു ബലം രൂപപ്പെടും. ഓക്കെ, ഈ രൂപാന്തര ബലത്തെ എതിർത്തുകൊണ്ട് വസ്തുവിൽ മറ്റൊരു ബലം രൂപപ്പെടും. ഇത്തരത്തിലുള്ള ബലമാണ് പുനഃസ്ഥാപന ബലം. പുനഃസ്ഥാപന ബലത്തിൻ്റെ ഇംഗ്ലീഷ് നെയിം എന്ന് പറയുന്നത് റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ് കേട്ടോ. നോക്കിയേ, ഒരു വസ്തുവിൻ്റെ രൂപം മാറ്റാനായി നമ്മളൊരു രൂപാന്തര ബലം വസ്തുവിൽ കൊടുക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അതിലെ തന്മാത്രകൾക്ക് ഒരു സ്ഥാനാന്തരം വരും. അപ്പോൾ ഈ വസ്തുവിനകത്ത് ഈ രൂപാന്തര ബലത്തെ എതിർത്തുകൊണ്ട് അതിന് തുല്യവും വിപരീതവുമായിട്ട് ഒരു ബലം വസ്തുവിനകത്ത് രൂപപ്പെടും. ഇത്തരത്തിലുള്ള ബലത്തെ നമ്മൾക്ക് വിളിക്കാം പുനഃസ്ഥാപന ബലം. അപ്പോൾ നമ്മളിപ്പോൾ ഈ കൊടുക്കുന്ന രൂപാന്തര ബലം ഒരു 10 ന്യൂട്ടൺ ആണ് എങ്കിൽ നമ്മൾക്ക് തിരിച്ച് കിട്ടുന്ന പുനഃസ്ഥാപന ബലവും ഇതിന് തുല്യവുമായിരിക്കും. 10 ന്യൂട്ടൺ തന്നെ ആയിരിക്കും, പക്ഷേ വിപരീതമായിരിക്കും. അപ്പോൾ നമ്മളൊരു 10 ന്യൂട്ടൺ രൂപാന്തര ബലം ഒരു വസ്തുവിൽ ഏൽപ്പിച്ചാൽ 10 ന്യൂട്ടൺ പുനഃസ്ഥാപന ബലം എന്ത് ചെയ്യും, വസ്തു തിരിച്ചു നൽകും. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊടുക്കുമ്പം അതിൻ്റെ എതിർദിശയിലല്ലേ പുനഃസ്ഥാപന ബലം കിട്ടുന്നത്. അതുകൊണ്ടാണ് ഒരു മൈനസ് വാല്യൂ വന്നത്. അപ്പോൾ ഒരു വസ്തുവിൽ കൊടുക്കുന്ന രൂപാന്തര ബലത്തിന് തുല്യവും വിപരീതവുമായി രൂപപ്പെടുന്ന ബലമാണ് പുനഃസ്ഥാപന ബലം. അപ്പോൾ ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന പുനഃസ്ഥാപന ബലത്തെ നമ്മൾ അവിടുത്തെ ഏരിയ കൊണ്ട് അല്ലെങ്കിൽ പരപ്പളവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റിയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രെസ്സിൻ്റെ മലയാളം സ്ട്രെസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ നമ്മൾ കൊടുക്കുന്ന രൂപാന്തര ബലം മൂലം വസ്തുവിൽ ഒരു പുനഃസ്ഥാപന ബലം രൂപപ്പെടുന്നു. ഈ പുനഃസ്ഥാപന ബലത്തെ നമ്മൾ അവിടുത്തെ പരപ്പളവ് കൊണ്ട് ഹരിച്ചാൽ അല്ലെങ്കിൽ യൂണിറ്റ് പരപ്പളവിലെ രൂപാന്തര ബലത്തെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രെസ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത് അവിടെ ഉണ്ടാവുന്ന ബലത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഏരിയ കൊണ്ട് അല്ലെങ്കിൽ പരപ്പളവ് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്ത് വരും നോക്കി. ഫോഴ്സിൻ്റെ യൂണിറ്റ്, ബലത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. ഏരിയയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പരപ്പളവിൻ്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. അപ്പോൾ സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് എന്താണ്, അതിൻ്റെ ഇക്വേഷൻ നമ്മൾ നോക്കി. നമ്മൾക്ക് കിട്ടുന്ന പുനഃസ്ഥാപന ബലത്തെ ഏരിയ കൊണ്ട് പരപ്പളവ് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അളവാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ഇനി വിവിധ തരം സ്ട്രെസ്സുകൾ നമുക്ക് നോക്കാം. അതായത് വലിവ് സമ്മർദ്ദം. ആദ്യത്തേതാണ് വലിവ് സമ്മർദ്ദം. അത് നമുക്കൊരു ഫിഗറിലൂടെ നോക്കി മനസ്സിലാക്കാം. ഇതാണ് അതിൻ്റെ ഫിഗർ. ഓക്കെ, നോക്കിയേ, നമ്മുടെ കയ്യിൽ ഒരു സിലിണ്ടർ ഇരിക്കുന്നു. L ലെങ്ത് ഉള്ള ഒരു സിലിണ്ടർ രൂപം നമ്മുടെ കയ്യിൽ ഇരിക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ സിലിണ്ടറിൻ്റെ ഇവിടെ ഒരു ചെറിയ ഒരു കൊളുത്തുണ്ടെന്ന് നമ്മൾ വിചാരിക്കുക. അപ്പോൾ ഈ കൊളുത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു,
ഒരു കുഞ്ഞു മാസിനെ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ഭാരത്തെ നമ്മളിവിടെ തൂക്കിയിടുന്നു. ഈ കൊളുത്തിലേക്ക് ഒരു ഭാരത്തെ തൂക്കിയിടുന്നു. അതാണ് ഇവിടെ ഒരു ഫോഴ്സ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മളൊരു സിലിണ്ടർ എടുക്കുന്നു. സിലിണ്ടറിൻ്റെ ഒരു അറ്റത്ത് നമ്മളൊരു കൊളുത്തിലൂടെ ഒരു ഭാരത്തെ തൂക്കിയിടുന്നു. അപ്പം നമുക്കറിയാം ഈ ഭാരം ഇങ്ങനെ കൂടുന്തോറും എന്ത് ചെയ്യും? നമ്മുടെ സിലിണ്ടറിൻ്റെ നീളം കൂടിക്കൊണ്ടേയിരിക്കും അല്ലേ? അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ നീളം കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ ഇവിടെ കൊടുത്ത ഒരു രൂപാന്തര ബലം, ഇവിടെ ഭാരം ഇട്ടാണ് നമ്മൾ അവിടെ രൂപാന്തര ബലം കൊടുത്തത്. അപ്പോൾ ഒരു രൂപാന്തര ബലം കൊടുത്തപ്പോഴത്തേക്ക് വസ്തുവിൻ്റെ നീളത്തിൽ എന്തുണ്ടായി? ഒരു മാറ്റം ഉണ്ടായി. ഈ സമയത്ത് ഈ വസ്തുവിനകത്ത് എന്തുണ്ടാവും? ഒരു പുനഃസ്ഥാപന ബലം ഉണ്ടാവും. അപ്പം യൂണിറ്റ് പരപ്പളവിലെ പുനഃസ്ഥാപന ബലത്തെ നമ്മൾ വിളിക്കും വലിവ് സ്ട്രെസ് എന്ന് വിളിക്കും. വലിവ് സ്ട്രെസ്. അതായത് ഇവിടെ എന്ത് ചെയ്തു? ആ വസ്തുവിൻ്റെ നീളത്തെ അത് വർദ്ധിപ്പിച്ചു. അതുകൊണ്ട് ഇതിനെ വലിവ് സ്ട്രെസ് അഥവാ ടെൻസൈൽ സ്ട്രെസ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇവിടെ നീളത്തിലുണ്ടായ വർധനവ് വഴി ഉണ്ടായ സ്ട്രെസ്സാണ് വലിവ് സ്ട്രെസ് അഥവാ ടെൻസൈൽ സ്ട്രെസ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ശരീരത്തിന്റെ നീളം രൂപഭേദം വരുത്തുന്ന ശക്തിയുടെ ദിശയിൽ വർദ്ധിക്കുമ്പോൾ വസ്തുവിൽ ഒരു യൂണിറ്റ് പരപ്പളവിൽ പുനഃസ്ഥാപിക്കുന്ന ശക്തിയാണിത്. ഇത് വലിവ് സമ്മർദ്ദം എന്നറിയപ്പെടുന്നു. അതായത് ഒരു വസ്തുവിൻ്റെ നീളം നമ്മൾ വർദ്ധിപ്പിക്കുമ്പോൾ അവിടെ എന്ത് പറ്റും? അതിലൊരു പുനഃസ്ഥാപന ബലം ഉണ്ടാകുന്നു. അപ്പോൾ യൂണിറ്റ് ഏരിയയിലെ പുനഃസ്ഥാപന ബലത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്ന പേരാണ് വലിവ് സമ്മർദ്ദം അഥവാ ടെൻസൈൽ സ്ട്രെസ്. ഓക്കെ, ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ഒരു സ്ട്രെസ്സും ഈ വലിവ് സ്ട്രെസ് പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു സ്ട്രെസ്സാണ് കംപ്രസീവ് സ്ട്രെസ് അഥവാ സമ്മർദ്ദിത സമ്മർദ്ദം. നമ്മളൊരു എക്സാമ്പിൾ വഴി നോക്കുമ്പോൾ നമുക്ക് കാണാം. ഇവിടെ നമ്മളൊരു വസ്തു എടുക്കുന്നു. നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് കാര്യമാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു സിലിണ്ടർ എടുക്കുന്നു. ഈ സിലിണ്ടറിലേക്ക് നമ്മൾ രണ്ട് സൈഡിൽ നിന്നും ഇവിടെ നിന്നൊരു ബലം കൊടുത്തു ഈ സിലിണ്ടറിനെ എന്ത് ചെയ്യുന്നു? നമ്മളൊരു അമർത്താനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ എന്ത് പറ്റും? ഈ സിലിണ്ടറിന് നേരത്തെ ഉണ്ടായിരുന്ന നീളം ഒന്നും കൂടെ കുറയുവാണ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ഇവിടെ ഒരു വസ്തു തൂക്കിയിട്ടപ്പോൾ ഇതിൻ്റെ നീളം കൂടി. ഇനി രണ്ട് വശത്തു നിന്നും നമ്മളൊരു ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുവിൻ്റെ നീളം എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. അപ്പോൾ ഇതെന്തൊരു സമ്മർദ്ദമല്ലേ നമ്മൾ ചെയ്തത്? അതായത് നമ്മളിവിടെ നമ്മളൊരിവിടെ രൂപാന്തര ബലം കൊടുക്കുമ്പോൾ വസ്തുവിൻ്റെ നീളം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. അതുവഴി ഈ വസ്തുവിൽ എന്തുണ്ടാവും? ഒരു പുനഃസ്ഥാപന ബലം ഉണ്ടാവും. അപ്പോൾ യൂണിറ്റ് പരപ്പളവിലെ പുനഃസ്ഥാപന ബലത്തെ നമ്മൾ വിളിക്കും സമ്മർദ്ദിത സ്ട്രെസ് എന്ന് പറയും. അല്ലെങ്കിൽ ഇതിന് പറയുന്ന പേരാണ് കംപ്രഷണൽ സ്ട്രെസ്. കംപ്രസ് ചെയ്യുന്നു, സമ്മർദ്ദം ചെലുത്തുന്നു. നമ്മളെപ്പോഴും പറയാറില്ലേ ഗ്യാസിനെയൊക്കെ സമ്മർദ്ദം ചെലുത്തി നമ്മൾ അതിനെ ലിക്വിഡാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സൊക്കെ നമ്മൾ പറയാറില്ലേ? അപ്പോൾ നോക്കിയേ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് വശത്തു നിന്നും നമ്മളൊരു ബലം കൊടുത്തു. വസ്തുവിൻ്റെ നീളത്തെ നമ്മൾ കുറയ്ക്കുമ്പോൾ വസ്തുവിൽ ഉണ്ടാകുന്ന പുനഃസ്ഥാപന ബലം പെർ യൂണിറ്റ് ഏരിയയാണ് കംപ്രസീവ് സ്ട്രെസ് അഥവാ സമ്മർദ്ദിത സ്ട്രെസ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു വസ്തുവിൻ്റെ നീളം കുറയുമ്പോൾ യൂണിറ്റ് പരപ്പളവിൽ സ്ഥാപിക്കപ്പെടുന്ന പുനഃസ്ഥാപിത ശക്തിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സമ്മർദ്ദിത സമ്മർദ്ദം അഥവാ കംപ്രഷണൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ സമ്മർദ്ദിത സമ്മർദ്ദത്തെയും, അതായത് നമ്മളിപ്പോൾ രണ്ട് തരം സമ്മർദ്ദത്തെ പറ്റി പഠിച്ചു. ഒന്നാമത്തേന്ന് പറയുന്നത് ടെൻസൈൽ അഥവാ വലിവ് സമ്മർദ്ദം പ്ലസ് കംപ്രസീവ് അഥവാ സമ്മർദ്ദിത സമ്മർദ്ദം. ഇവയെ രണ്ടിനെയും കൂടെ ചേർത്തുകൊണ്ട് നമ്മൾ പറയുന്ന പേരാണ് അനുദൈർഘ്യ സമ്മർദ്ദം അഥവാ അനുദൈർഘ്യ സ്ട്രെസ്. ഓക്കെ, അതായത് ഈ ടെൻസൈൽ സ്ട്രെസ് അല്ലെങ്കിൽ വലിവ് സമ്മർദ്ദത്തെയും കംപ്രഷണൽ സ്ട്രെസ് അല്ലെങ്കിൽ കംപ്രസീവ് സ്ട്രെസ് അല്ലെങ്കിൽ സമ്മർദ്ദിത സമ്മർദ്ദത്തെയും നമ്മൾ ചേർത്ത് പറയുന്നതാണ് അനുദൈർഘ്യ സമ്മർദ്ദം. ഈ അനുദൈർഘ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനലാണ്. അപ്പോൾ ഈ നമുക്കറിയാം ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും ഉണ്ട്. നീളത്തിലുള്ള വരകളാണ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ
അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറയുന്നത് നീളത്തിൽ വരുന്ന ഒരു ഫാക്ടറാണ്. അപ്പം നമ്മൾ നോക്കിയേ, ടെൻസൈൽ അഥവാ വലിവ് സമ്മർദ്ദം നീളം കൂട്ടുമ്പോൾ സമ്മർദ്ദിത സമ്മർദ്ദം അഥവാ കംപ്രസീവ് സ്ട്രെസ് അതിൻ്റെ നീളം കുറയ്ക്കുന്നു. അപ്പം രണ്ടും എഫക്റ്റീവ്ലി നീളത്തിലല്ലേ മാറ്റം വരുന്നത്. അതുകൊണ്ട് രണ്ടിനെയും നമ്മൾ ചേർത്ത് പറയുന്നതാണ് അനുദൈർഘ്യ സമ്മർദ്ദം അഥവാ അനുദൈർഘ്യ സ്ട്രെസ്. അപ്പോൾ അനുദൈർഘ്യ സ്ട്രെസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം ടെൻസൈൽ സ്ട്രെസ് അഥവാ വലിവ് സമ്മർദ്ദത്തെയും കംപ്രസീവ് സ്ട്രെസ് അല്ലെങ്കിൽ സമ്മർദ്ദിത സമ്മർദ്ദത്തെയും ചേർത്ത് നമ്മൾ പറയുന്നതാണ് അനുദൈർഘ്യ സമ്മർദ്ദം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഒരു സ്ട്രെസ്സിൻ്റെ അല്ലെങ്കിൽ സ്ട്രെസ്സിനെ സമ്മർദ്ദം എന്നും പറയും കേട്ടോ. അപ്പോൾ സ്ട്രെസ്സിൻ്റെ ഒന്നാമത്തെ വകതിരിവാണ് അനുദൈർഘ്യ സ്ട്രെസ് അഥവാ അനുദൈർഘ്യ സമ്മർദ്ദം. അതിൻ്റെ തന്നെ രണ്ട് രൂപങ്ങളാണ് വലിവ് സമ്മർദ്ദവും സമ്മർദ്ദിത സമ്മർദ്ദവും. ഓക്കെ, ഇനി രണ്ടാമത്തെ ഉദാഹരണം എന്ന് പറയുന്നത്, രണ്ടാമത്തെ സ്ട്രെസ്സിന് ഉദാഹരണമാണ് ദ്രവചലിത സമ്മർദ്ദം അല്ലെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ്. ദ്രവചലിത സമ്മർദ്ദം അല്ലെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ ഒരു ദ്രവ്യത്തിലിരിക്കുന്നു. ദ്രവ്യം എന്ന് പറഞ്ഞാൽ ഒഴുകാൻ കഴിവുള്ള എന്തിനേയും നമുക്ക് ദ്രവ്യമായിട്ട് പറയാം. അപ്പം നമ്മളുടെ ഈ വസ്തുക്കൾ പ്രധാനമായിട്ടും 3 രൂപത്തിലല്ലേ കാണപ്പെടുന്നത്. ഒന്ന് ഖരം, ഒന്ന് ദ്രാവകം, ഒന്ന് ഗ്യാസ്. ഓക്കെ, അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലിക്വിഡും ഗ്യാസും അല്ലെങ്കിൽ ദ്രവവും അല്ലെങ്കിൽ വായുവുമാണ് എന്തിന് ഉദാഹരണങ്ങൾ? ദ്രവ്യത്തിന് ഉദാഹരണം. അപ്പോൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ, നമ്മളിപ്പോൾ ഒരു വസ്തുവിനെ എടുത്തിട്ട് നമ്മൾ ഈ അന്തരീക്ഷത്തിൽ എയറിൽ തന്നെ വെക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അവരെ വെള്ളത്തിൽ വെക്കുന്നു. ഏത് എക്സ്പെരിമെൻ്റ് ആയാലും ചെയ്യും. പക്ഷെ ഇച്ചിരിയും കൂടെ നമുക്കത് അതിൻ്റെ ഒരു മാറ്റം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ജലം അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡ് ഫോമിലോട്ട് വെക്കുമ്പോഴാണ് അതിൻ്റെ ഒരു മാറ്റം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഈ ഒരു കേസ് ചെയ്യുന്നത്. ഒരു വസ്തു, ഇപ്പോൾ ഒരു വെള്ളം നിറച്ച ഒരു ബലൂൺ നിങ്ങൾ വായു നിറച്ച ഒരു ബലൂൺ നിങ്ങൾ സങ്കല്പിക്കുക. ആ ബലൂണിനെ നമ്മൾ വെള്ളത്തിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പം വെള്ളത്തിലേക്ക് ഇതാ കൊണ്ടുവരികയാണ്. അപ്പം നമുക്കറിയാം, ഈ വെള്ളത്തിൽ ഒരു വസ്തുവിനെ കൊണ്ടുവന്ന് വെച്ചാൽ എല്ലാ വശത്തു നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? ജലം ഇതിന് മേലൊരു ബലം പ്രയോഗിക്കും. അപ്പോൾ ഈ ജലം എല്ലാ വശത്തു നിന്നും പ്രയോഗിക്കുന്ന ഈ ബലം നമ്മൾ എന്ത് ബലമാണെന്ന് ഓൾറെഡി പഠിച്ചു. എന്ത് ബലമാണ്? രൂപാന്തര ബലമാണ്. അതിൻ്റെ രൂപത്തെ മാറ്റാൻ എല്ലാ ദിശയിൽ നിന്നും ഇവിടെ ഒരു രൂപാന്തര ബലം നമ്മൾ ആ വസ്തുവിലേക്ക് ലഭിക്കുന്നു. അപ്പോൾ ഈ വസ്തുവിലേക്ക് ഈ ഒരു രൂപാന്തര ബലം കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം, ഈ എല്ലാ വശത്തു നിന്നും ഇങ്ങനെ ഒരു രൂപാന്തര ബലം വരുമ്പോഴത്തേക്ക് ഈ വസ്തുവിനുണ്ടാകുന്നതിൻ്റെ രൂപത്തിന് പെട്ടെന്നൊരു മാറ്റം വന്നത് ഈ ഒരു ഷേപ്പിലേക്ക് അത് മാറുന്നു. അതിന് ആദ്യം എത്ര വ്യാപ്തം ഉണ്ടായിരുന്നോ വ്യാപ്തം കുറയുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഈ വസ്തു തിരിച്ച് ഒരു പുനഃസ്ഥാപിത ബലം വസ്തുവിലുണ്ടാകും. അപ്പോൾ യൂണിറ്റ് പരപ്പളവിലെ ഇത്തരത്തിലുള്ള പുനഃസ്ഥാപന ബലത്തെ നമ്മൾ വിളിക്കുന്നതാണ് ദ്രവചലിത സമ്മർദ്ദം അല്ലെങ്കിൽ ദ്രവചലിത സ്ട്രെസ് അല്ലെങ്കിൽ വോളിമെട്രിക് സ്ട്രെസ്. കാരണം ഇവിടെ നമുക്ക് അതിൻ്റെ മാറ്റം വന്നത് എന്തിനാണ്? അതിൻ്റെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തത്തിനാണ് ഒരു മാറ്റം വന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സ്ട്രെസ്സിനെ നമ്മൾ വിളിക്കും ദ്രവചലിത സ്ട്രെസ്. അതിൻ്റെ വിശദീകരണമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ശരീരം എല്ലാ വശങ്ങളിൽ നിന്നും ഒരു ഏകീകൃത ശക്തിക്ക് വിധേയമാകുന്നു. അപ്പം നമ്മൾ അവിടെ നോക്കുമ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് കാണാം, എല്ലാ ദിശയിൽ നിന്നും ഈ വസ്തുവിന് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബലം ഈ വസ്തുവിലേക്ക് ഏർപ്പെടുന്നുണ്ട്. ആ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? വസ്തുവിലൊരു പുനഃസ്ഥാപന ബലം ഉണ്ടാവുന്നു. യൂണിറ്റ് ഏരിയയിലെ ഇത്തരത്തിലുള്ള പുനഃസ്ഥാപന ബലത്തെ നമ്മൾക്ക് ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ് അഥവാ ദ്രവചലിത സമ്മർദ്ദം എന്നും വിശേഷിക്കാം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തത് നമ്മൾ കഴിഞ്ഞു, ദ്രവചലിത സമ്മർദ്ദം അല്ലെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ്. ഇനി മൂന്നാമത്തെ കേസാണ് ടാൻജൻഷ്യൽ സ്ട്രെസ് അഥവാ ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറയും. അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഓക്കെ, ഇവിടെ ഈ ഒരു നമ്മളെ കയ്യിൽ ഇങ്ങനെ ഒരു ലെങ്ത് ഉള്ള ഒരു സിലിണ്ടർ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നു. ഈ സിലിണ്ടറിലേക്ക് ഇങ്ങോട്ടേക്ക് നമ്മൾ ഒരു ഡീഫോമിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ രൂപാന്തര ബലം നമ്മൾ പ്രയോഗിക്കുന്നു. അപ്പോൾ ഈ രൂപാന്തര ബലം നമ്മൾ നോക്കിയേ, ഇങ്ങനെ ഈ താഴ്വശം നമ്മളിവിടെ അത് ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ് വിചാരിക്കണേ. ഇതൊരു ഫിക്സ്ഡ് ആയിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിലിണ്ടർ. അപ്പോൾ നമ്മൾ ഈ സിലിണ്ടറിന് മുകളിലേക്കൊരു ബലം കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റും? നിങ്ങൾ നോക്കിയേ, ആ മുകളിലത്തെ ആ ഒരു മുഖം, ഈ ഒരു ഫേസ് എന്ത് ചെയ്യും? ചെറുതായിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഓക്കെ, അതേസമയം താഴത്തെ ഒരു ഇതിനും ചെറുതായിട്ട് അങ്ങോട്ടേക്ക് ഒരു മാറ്റം വന്ന് അതിൻ്റെ മൊത്തത്തിൽ അതിൻ്റെ ആകൃതിയിൽ ഒരു മാറ്റം വരും. ഇപ്പം നേരെ ഇരുന്ന സിലിണ്ടറിൽ ഇങ്ങനൊരു ബലം പ്രയോഗിക്കുമ്പോൾ ആ സിലിണ്ടർ ചെറുതായിട്ടൊന്ന് ചരിയുമല്ലോ. അപ്പോൾ ഇവിടെ എന്ത് മാറ്റമാണ് വന്നത്? നമ്മൾ കൊടുത്ത
രൂപാന്തര ബലത്തിന് ഫലമായിട്ട് വസ്തുവിൽ എന്ത് ചെയ്യുന്നു, അതിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പിൽ ഒരു മാറ്റം വരും. അപ്പോൾ ഈ വസ്തുവിനകത്ത് ഒരു പുനഃസ്ഥാപന ബലം രൂപം കൊള്ളും. ആ യൂണിറ്റ് ഏരിയയിലെ പുനഃസ്ഥാപന ബലത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നതാണ് ഷിയറിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ ടാൻജൻഷ്യൽ. ഇവിടെ ടാൻജൻഷ്യൽ എന്ന് പേര് പറയാൻ കാരണം നമ്മൾ ഇവിടെ കൊടുക്കുന്ന രൂപാന്തര ബലം ടാൻജൻഷ്യലായിട്ടാണ്. അപ്പം നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ പറയത്തില്ലേ, ഒരു പോയിന്റിന് ടാൻജൻറ്റ് ഇപ്പോൾ ഈ ഒരു പോയിന്റ്, പിന്നെ ടാൻജൻറ്റ് വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ അവിടുന്ന് ഇങ്ങനെ ഒരു പാരലായിട്ടല്ലേ വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെയും നോക്കിയേ, നമ്മൾ ആ ഒരു മുകളിലത്തെ ആ ഒരു മുഖത്തിലേക്ക് നമ്മൾ ടാൻജൻഷ്യലായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ബലം നമ്മൾ കൊടുക്കുന്നത്. രൂപാന്തര ബലം നമ്മൾ ടാൻജൻഷ്യലായിട്ട് കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഇതിന് എന്തെന്ന് പേര് വന്നത്, ടാൻജൻഷ്യൽ. ഇന്ന് ഷിയർ എന്ന് പറയാൻ കാരണം ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നു. അത് നിങ്ങൾ നോക്കി, ഇങ്ങോട്ടേക്ക് നമ്മളൊരു ബലം പ്രയോഗിക്കുമ്പോൾ ഈ വസ്തു ചെറുതായിട്ട് ചരിയുകയും ഈ ചരിഞ്ഞ് ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്, ആംഗിൾ തീറ്റ രൂപം കൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു ഷിയർ എന്ന് പറഞ്ഞാൽ ആംഗിൾ എന്നെയാണ് പറയുന്നത്. ഇവിടെ ഒരു ആംഗിൾ രൂപപ്പെടുന്നു അല്ലെങ്കിൽ ഒരു ഷിയർ രൂപപ്പെടുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ബലത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഇത്തരത്തിലുള്ള സ്ട്രെസ്സിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഷിയറിംഗ് സ്ട്രെസ് എന്ന് വിളിക്കാം. കാരണം ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നു, ഇത് ടാൻജൻ്റായിട്ടാണ് ഈ രൂപാന്തര ബലം നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് ആണ് അവിടെ ഒരു സ്ട്രെസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇതിന് ടാൻജൻഷ്യൽ സ്ട്രെസ് എന്നും പേര് വന്നു. അപ്പോൾ ടാൻജൻഷ്യൽ സ്ട്രെസ് അഥവാ ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് സമാന്തരവും തുല്യവും വിപരീതവുമായ ബലം പ്രയോഗിക്കുമ്പോൾ എന്ത് പറ്റുന്നു, നമ്മൾ അവിടെ ഒരു വസ്തുവിന് സമാന്തരമായിട്ടൊരു ബലം പ്രയോഗിക്കുമ്പോൾ ആ കൊടുത്ത ബലത്തിന് തുല്യവും വിപരീതവുമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു പുനഃസ്ഥാപന ബലം വസ്തുവിൽ ഉണ്ടാവുകയും അതിനെ യൂണിറ്റ് പരപ്പളവ് കൊണ്ട് നമുക്ക് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് ടാൻജൻഷ്യൽ സ്ട്രെസ് അഥവാ ഷിയറിംഗ് സ്ട്രെസ്. അപ്പോൾ ഓരോ സ്ട്രെസ്സും എന്തിന് മാറ്റം വരുത്തുമെന്ന് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം പഠിച്ച അനുദൈർഘ്യ സ്ട്രെസ് നീളത്തിൽ മാറ്റം വരുത്തുന്നു. രണ്ടാമത് നമ്മൾ പഠിച്ച ദ്രവചലിത സ്ട്രെസ് അല്ലെങ്കിൽ ദ്രവചലിത സമ്മർദ്ദം വസ്തുവിൻ്റെ വോളിയത്തിൽ അല്ലെങ്കിൽ വ്യാപ്തത്തിൽ മാറ്റം വരുത്തുന്നു. അപ്പോൾ മൂന്നാമത് പഠിച്ച ഷിയറിംഗ് സ്ട്രെസ് അഥവാ ടാൻജൻഷ്യൽ സ്ട്രെസ് വസ്തുവിൻ്റെ ആകൃതിയിൽ മാറ്റം വരുത്തുന്നു. അപ്പോൾ ഈ 3 സ്ട്രെസ്സുകളാണ് നമ്മളിപ്പോൾ നോക്കിയത്. 3 സ്ട്രെസ്സുകളും ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ സ്ട്രെസ് കഴിഞ്ഞു. നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്ന ഒരു അളവാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. സ്ട്രെയിൻ. അപ്പോൾ ഇപ്പോൾ ഒരു വസ്തു ഇങ്ങനെ നിൽക്കുന്ന ഒരു വസ്തു, ഈ വസ്തുവിലേക്ക് ഒരു രൂപാന്തര ബലം അല്ലെങ്കിൽ ഡീഫോമിംഗ് ഫോഴ്സ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ബലം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് വസ്തുവിന് എന്ത് പറ്റുന്നു, ഒന്നെങ്കിൽ അതിൻ്റെ നീളത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ആകൃതിയിലോ വലിപ്പത്തിലോ ഒരു മാറ്റം ഉണ്ടാകുമല്ലോ. നമ്മൾ പഠിച്ചു, നമ്മളിങ്ങനെ ഒരു ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുവിൽ എന്തായാലും ഒരു മാറ്റം സംഭവിക്കും. ചിലപ്പോൾ അത് വ്യാപ്തത്തിലായിരിക്കാം, ചിലപ്പോൾ അത് നീളത്തിലായിരിക്കാം. നീളത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം വരുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്സാണ് അനുദൈർഘ്യ സ്ട്രെസ്. വോളിയത്തിൽ അല്ലെങ്കിൽ വ്യാപ്തത്തിൽ വ്യത്യാസം ഉണ്ടാകുന്ന സ്ട്രെസ്സാണ് ദ്രവചലിത സ്ട്രെസ്. ഇനി അതിൻ്റെ രൂപത്തിൽ വ്യത്യാസം വരുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്സാണ് ടാൻജൻഷ്യൽ സ്ട്രെസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ നമ്മളിപ്പോൾ ഒരു വസ്തുവിൻ്റെ ഏതെങ്കിലും രൂപമോ അതിൻ്റെ വ്യാപ്തമോ അല്ലെങ്കിൽ അതിൻ്റെ നീളമോ മാറുമ്പോൾ വസ്തുവിൽ എന്ത് പറ്റും, അതിൽ ഒരു മാറ്റം ഉണ്ടാവും. അപ്പം നമ്മൾ നോക്കിയേ, ഏതളവിലാണോ അതിന് മാറ്റം ഉണ്ടാവുന്നത് അതിനെ നമ്മൾ യഥാർത്ഥ അളവ് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റിയാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അതായത് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. അപ്പോൾ നമ്മൾ നോക്കിയേ, ഒരു വസ്തുവിലേക്ക് നമ്മളിപ്പോൾ ഒരു ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വസ്തുവിൽ ഒരു അനുദൈർഘ്യ സ്ട്രെസ് ലഭിക്കുന്നു എന്ന് വിചാരിക്കുക. അതായത് ഒരു വസ്തുവിൻ്റെ നീളം ഞാൻ കൂട്ടുന്നു. ഞാനാണെങ്കിൽ ആ വസ്തുവിന് ഒരു നീളമുള്ള ഒരു സിലിണ്ടർ എടുക്കുന്നു, ഒരു വെയിറ്റ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു, അതിൻ്റെ നീളം കൂടുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നീളം കൂടിക്കഴിഞ്ഞപ്പം അവിടെ എന്ത് പറ്റി,
നീളത്തിനൊരു മാറ്റം ഉണ്ടായില്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഡയമെൻഷൻ എന്ന് പറയുന്ന അല്ല അളവെന്ന് പറയുന്നത് ഇപ്പം മാറ്റം എന്ന അളവ് നീളത്തിനുള്ള മാറ്റമാണ്. അപ്പോൾ നീളത്തിനുണ്ടായ മാറ്റം നമ്മൾ ഒറിജിനൽ നീളം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്നത് ഒരു സ്ട്രെയിൻ ആണ്. ഒന്നെങ്കിൽ നീളത്തിൽ മാറ്റം വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ വോളിയത്തിലൊരു മാറ്റം വരാം. അപ്പം വോളിയത്തിലുണ്ടായ മാറ്റത്തെ ഒറിജിനൽ വോളിയം കൊണ്ട് അല്ലെങ്കിൽ വ്യാപ്തത്തിലുണ്ടായ മാറ്റത്തെ യഥാർത്ഥ വ്യാപ്തം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, രൂപത്തിലൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. അത് നമുക്കിനി അടുത്ത കേസ് പറയുമ്പോൾ പറയാം. അപ്പം നോക്കിയേ, ഒരു രൂപാന്തര ബലം കൊടുക്കുമ്പോൾ വസ്തുവിനുണ്ടാകുന്ന ആകൃതിയിലോ അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ വോളിയത്തിലോ ഉണ്ടാകുന്ന മാറ്റം മൂലം വസ്തുവിനുണ്ടാകുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രെയിൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഏതളവിലാണോ അതിന് മാറ്റം ഉണ്ടായത് അതിനെ യഥാർത്ഥ അളവ് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് സ്ട്രെയിൻ കിട്ടും. ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. അപ്പം നമ്മൾ ഈ ഒരു ക്വാണ്ടിറ്റി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഇപ്പം നമ്മൾ ആ ഒരു അളവെന്ന് പറയുന്നത് ലെങ്ത് ആണെന്ന് വിചാരിച്ചേ, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പം ലെങ്തിൻ്റെ ഒരു വ്യത്യാസം നമ്മൾ മീറ്ററിലെടുത്തു എന്ന് വിചാരിക്കുക. ഒറിജിനൽ ലെങ്തും മീറ്ററിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ മീറ്ററും ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ അതിനർത്ഥം എന്താ, സ്ട്രെയിനിന് യൂണിറ്റ് ഇല്ല, ഒരു യൂണിറ്റും സ്ട്രെയിൻ ഇല്ല. ഡയമെൻഷൻ, അതായത് ഈ യൂണിറ്റ് നമ്മൾക്ക് ഓരോ ഇതിനെയും നമ്മൾ ഡയമെൻഷൻ എഴുതുമല്ലോ. അപ്പോൾ ഇതിനെന്തും ഇല്ല, ഡയമെൻഷനും ഇല്ല യൂണിറ്റും ഇല്ല. രണ്ടും ഡയമെൻഷനും യൂണിറ്റും ഇല്ലാത്ത ഒരു അളവാണ്, ഭൗതിക അളവാണ് സ്ട്രെയിൻ. ഇങ്ങനെ ഡയമെൻഷനും യൂണിറ്റും ഇല്ലാത്ത വേറെ ഏതെങ്കിലും അളവുകൾ നിങ്ങൾക്ക് അറിയാവോ? ഡയമെൻഷനും ഇല്ല യൂണിറ്റും ഇല്ലാത്ത വേറെ ഏതെങ്കിലും അളവുകൾ നിങ്ങൾക്ക് അറിയാവോ? ആംഗിളിന് യൂണിറ്റ് ഇല്ല, പക്ഷേ ആംഗിളിന് യൂണിറ്റ് ഉണ്ട്. ആംഗിളിന് യൂണിറ്റ് ഉണ്ട്. ആംഗിളിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ ആണ്. ബട്ട് ആംഗിളിന് എന്തില്ല, ഡയമെൻഷൻ ഇല്ല, നോ ഡയമെൻഷൻ. ഓക്കെ, ഇത് എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. കുറച്ച് ഭൗതിക അളവുകൾ തന്നിട്ട് എന്തിനൊക്കെ യൂണിറ്റ് ഡയമെൻഷൻ ഇല്ലാത്തതിൽ നിന്നും ഓഡ് വൺ ഔട്ട് തിരഞ്ഞെടുക്കുന്ന രീതിയിൽ ചോദിക്കുന്നതാണ്. അപ്പോൾ ആംഗിളിനൊരു യൂണിറ്റ് ഉണ്ട്, റേഡിയൻ, പക്ഷേ ആംഗിളിന് ഡയമെൻഷൻ ഇല്ല. ഇനി ഡയമെൻഷനും യൂണിറ്റും ഇല്ലാത്ത ഒരു ക്വാണ്ടിറ്റി നമ്മൾ പഠിച്ചു, സ്ട്രെയിൻ. അടുത്ത ക്വാണ്ടിറ്റിയാണ് റിലേറ്റീവ് ഡെൻസിറ്റി. ഓക്കെ, റിലേറ്റീവ് ഡെൻസിറ്റി, അതായത് ഒരു വസ്തുവിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത് യഥാർത്ഥ ഒരു വസ്തുവിൻ്റെ ഡെൻസിറ്റിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, വാട്ടറിൻ്റെ ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ക്വാണ്ടിറ്റിയാണ് റിലേറ്റീവ് ഡെൻസിറ്റി. അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റിക്കും എന്തില്ല, നോ യൂണിറ്റ്, നോ ഡയമെൻഷൻ. ഇതുപോലെ തന്നെ യൂണിറ്റും ഡയമെൻഷനും ഇല്ലാത്ത മറ്റൊരു ക്വാണ്ടിറ്റിയാണ് നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, സ്ട്രെയിന്, റിലേറ്റീവ് ഡെൻസിറ്റി, ഈ മൂന്ന് ക്വാണ്ടിറ്റിക്കും യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല. പക്ഷേ യൂണിറ്റ് ഉണ്ട്, ഡയമെൻഷൻ ഇല്ലാത്തൊരു ക്വാണ്ടിറ്റിയാണ് ആംഗിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ ആംഗിളിന് ഡയമെൻഷൻ ഇല്ല, കാരണം നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കുന്നത് അവിടുത്തെ ആർക്ക് ലെങ്തിനെ റേഡിയസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ്. പക്ഷേ ആംഗിളിന് എന്തില്ല, ഒരു ഡയമെൻഷൻ ഇല്ല. പക്ഷെ നമ്മൾ ആംഗിൾ പഠിച്ചിട്ടുണ്ട്. നമ്മളിപ്പം യൂണിറ്റ്സ് പഠിക്കാൻ നേരത്ത് നമ്മൾ 2 സപ്ലിമെൻ്ററി യൂണിറ്റ്സിനകത്ത് പഠിക്കുന്ന ഒരാൾ ആംഗിൾ, ഒരാൾ സ്റ്റെറേഡിയനാണ്. അപ്പം ആംഗിളിനും സ്റ്റെറേഡിയനും നോക്കിയാലും ഡയമെൻഷൻ ഇല്ല, പക്ഷെ ആംഗിളിനൊരു യൂണിറ്റ് ഉണ്ട്, റേഡിയൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ സ്ട്രെയിൻ എന്താണെന്ന് മനസ്സിലായോ? സ്ട്രെയിൻ യൂണിറ്റും ഡയമെൻഷൻ ഇല്ലാത്തൊരു ക്വാണ്ടിറ്റി ആണെന്ന് നമ്മൾ ഓർക്കുക കേട്ടോ. ഇനി വിവിധ തരം സ്ട്രെയിനുകളെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഏതൊക്കെ തരത്തിലുണ്ടാകുന്ന സ്ട്രെയിനുകൾ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. നീളത്തിലുണ്ടാകുന്ന മാറ്റം വഴി ഉണ്ടാകുന്ന സ്ട്രെയിനാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ അല്ലെങ്കിൽ അനുദൈർഘ്യ സ്ട്രെയിൻ. അപ്പോൾ അത് എപ്പോഴായിരിക്കും ഉണ്ടാകുന്നത്? ഒരു വസ്തുവിലേക്ക് എന്ത് ഉണ്ടാകുമ്പോഴായിരിക്കും അനുദൈർഘ്യ സ്ട്രെയിൻ ഉണ്ടാകുന്നത്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഉണ്ടാകുമ്പോഴല്ലേ അനുദൈർഘ്യ സ്ട്രെസ് ഉണ്ടാകുമ്പോഴാണ്. അതായത് നമ്മളൊരു രൂപത്തിൽ ഒരു വസ്തുവിലേക്ക് ഒരു ഡീഫോമിംഗ് ഫോഴ്സ്, രൂപാന്തര ബലം കൊടുക്കുമ്പോൾ വസ്തുവിൻ്റെ നീളം ചിലപ്പോൾ കൂടാം. വസ്തുവിൻ്റെ നീളം കൂടുന്നത് അവിടെ വലിവ് സമ്മർദ്ദം വരുമ്പോഴും നീളം കുറയുന്നത് സമ്മർദ്ദിത സമ്മർദ്ദം വരുമ്പോഴാണ്. അപ്പോൾ ഈ 2 കേസിലും അതിൻ്റെ നീളത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റം ഉണ്ടാകുന്നുണ്ട്. നീളത്തിനുണ്ടായ മാറ്റത്തെ നമ്മൾ യഥാർത്ഥ നീളം കൊണ്ട് നമ്മൾ ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇതെല്ലാം കേട്ടോ.
നീളത്തിലുണ്ടാകുന്നത്. ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത്, നീളത്തിലുണ്ടായ മാറ്റത്തെ യഥാർത്ഥ നീളം കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റിയാണ് അനുദൈർഘ്യ സ്ട്രെയിൻ. ഇത് ഒന്നാമത്തെ സ്ട്രെയിൻ, അനുദൈർഘ്യ സ്ട്രെയിൻ അഥവാ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഓക്കെ, രണ്ടാമത്തെ നോക്കിയേ, ഒരു വസ്തുവിന് ഇതിന് മുന്നേ ശേഷം നമുക്ക് വോളിയം സ്ട്രെയിൻ പറഞ്ഞിട്ട് മറ്റേത് പറയാം കേട്ടോ, വെച്ചിട്ട് പറയാനുണ്ട്. അപ്പോൾ നോക്കിയേ, ഒരു വസ്തുവിന് വ്യാപ്തത്തിലൊരു മാറ്റം ഉണ്ടാകുന്നു. അതായത് നമ്മൾ പഠിച്ചു, ഒരു വസ്തുവിനെ നമ്മൾ ഏതെങ്കിലും ഒരു ദ്രവ്യത്തിൽ കൊണ്ടുവന്ന് വെക്കുന്നു. അതെന്തെങ്കിലും നമുക്ക് എയർ ആവാം, അല്ലെങ്കിൽ ലിക്വിഡ് ആവാം. ഒരു ദ്രവ്യത്തിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ആ വസ്തുവിൻ്റെ വോളിയത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. വോളിയത്തിനുണ്ടാകുന്ന മാറ്റത്തെ ഒറിജിനൽ വോളിയവുമായിട്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് വോളിയം സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തേന്ന് പറയുന്നത് ഷിയറിംഗ് സ്ട്രെയിൻ ആണ്. അപ്പോൾ ഈ ഷിയറിംഗ് സ്ട്രെയിൻ പറയാൻ വേണ്ടി നമ്മളുടെ നേരത്തെ ആ സിലിണ്ടറിന്റെ എക്സാമ്പിൾ തന്നെ നമുക്ക് നോക്കാം. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിലിണ്ടർ, ഈ സിലിണ്ടറിലേക്ക് നമ്മളൊരു രൂപാന്തര ബലം കൊടുക്കുന്നു. അപ്പം നമ്മൾ പറഞ്ഞു ഈ സിലിണ്ടർ ചെറുതായിട്ടൊന്ന് ചരിയും. ഇവിടെ ഒരു ആംഗിളും രൂപക്കൊള്ളും. ഓക്കെ, അപ്പം നമ്മൾ നോക്കിയേ, ഇവിടെ ആ വസ്തുവിൻ്റെ നേരത്തെ ഇരുന്നതിൽ നിന്നും ആ മുകൾ വശം എന്ത് ചെയ്യുന്നു, ചെറുതായിട്ടൊന്ന് ചരിയും. അപ്പം ഇവിടെ ഒരു ഡിസ്റ്റൻസ് മാറും, ഡെൽറ്റ എക്സ്. അതായത് ഇങ്ങനെ നേരെ ഇരിക്കുമ്പം ഈ രണ്ട് ഫേസുകൾക്കിടയിൽ ഒരു ഡിസ്റ്റൻസും ഇല്ല. ഈ രണ്ട് ഫേസുകളും ഇങ്ങനെ ഇരിക്കുകയാണ്, ഇവരുടെ ഇടയിൽ ഇവർ രണ്ടും ഒരുപോലെ തന്നെ ഇരിക്കുകയാണ്. പക്ഷെ ഒരു ബലം കൊടുക്കുമ്പോൾ അത് ഇങ്ങോട്ട് മാറുമ്പം ഇതിൻ്റെ പൊസിഷന് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഇരുന്ന സാധനം ഇങ്ങോട്ടായി. അപ്പോൾ ഇവരുടെ ഇടയിലായിട്ട് എന്തുണ്ടായി, ചെറിയൊരു ദൂരമുണ്ടായി. ഈ രണ്ട് പാരലായിട്ടിരിക്കുന്ന, സമാന്തരമായിട്ടിരിക്കുന്ന രണ്ട് പ്ലെയിൻ്റെ ഇടയിലായിട്ട് ചെറുതായിട്ടൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി, അല്ലെങ്കിൽ സ്ഥാനാന്തരം രൂപം കൊള്ളുന്നു. ഓക്കെ, നമ്മളിവിടെ എന്ത് ചെയ്തപ്പോഴാണ്, ഒരു ഡീഫോമിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ഒരു രൂപാന്തര ബലം കൊടുത്തപ്പോൾ ഈ രണ്ട് പ്ലെയിനുകൾക്കിടയിൽ ചെറിയൊരു സ്ഥാനാന്തരം ഉണ്ടായി. ഈ സ്ഥാനാന്തരത്തെ നമ്മൾ ഒറിജിനൽ നീളം, ഈ വസ്തുവിൻ്റെ ഒറിജിനൽ നീളം L അല്ലേ, അപ്പോൾ ഒറിജിനൽ നീളവുമായിട്ട് നമ്മൾ വസ്തുവിൻ്റെ ഒറിജിനൽ നീളവുമായിട്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അതായത് ഇവിടെ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, ഒരു ബലം കൊടുക്കുന്നു, ഒരു രൂപാന്തര ബലം കൊടുക്കുമ്പോഴത്തേക്ക് വസ്തുവിൽ എന്ത് ചെയ്യുന്നു, രണ്ട് പ്ലെയിനുകൾ തമ്മിലും ഒരു ചെറുതായിട്ട് ആ പ്ലെയിനുകളുടെ സ്ഥാനം മാറി ഒരു ചെറിയ സ്ഥാനാന്തരം ഉണ്ടാകുന്നു. ഈ സ്ഥാനാന്തരത്തെ നമ്മൾ ഈ രണ്ട് പ്ലേറ്റുകളും തമ്മിലുള്ള യഥാർത്ഥ ഡിസ്റ്റൻസ്, അതായത് യഥാർത്ഥ ദൂരം, അതിൻ്റെ യഥാർത്ഥ ലെങ്ത് കൊണ്ട് നമ്മൾ ഹരിക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന സ്ട്രെയിൻ ആണ് ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. രണ്ട് പ്ലെയിനുകൾ തമ്മിലുണ്ടാകുന്ന ആ ഒരു സ്ഥാനാന്തരത്തെ ഒറിജിനൽ നീളം കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ഒരു ട്രയാങ്കിൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഈ ട്രയാങ്കിളിൻ്റെ ടാൻ തീറ്റ എടുക്കുക എന്ന് പറഞ്ഞാൽ, ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിനെ നമ്മൾ അഡ്ജസൻറ്റ് സൈഡ് കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് dx ആണ്, അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് L ആണ്. അപ്പോൾ dx/L അതാണ് ഇവിടുത്തെ ടാൻ തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെയും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമ്മൾ ഈ രണ്ട് പ്ലെയിനുകൾ തമ്മിലുള്ള റിലേറ്റീവ് ഡിസ്റ്റൻസിനെ ഡയറക്റ്റ് അതിൻ്റെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇവിടുത്തെ ടാൻ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി എടുക്കുന്നു. ഈ ടാൻ തീറ്റ എടുക്കുമ്പോൾ നമുക്ക് കിട്ടും ഓപ്പോസിറ്റ് സൈഡായിട്ടുള്ള dxനെ അതിൻ്റെ സൈഡായിട്ടുള്ള L കൊണ്ട്, അഡ്ജസൻറ്റ് സൈഡായ L കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഇവിടുത്തെ ടാൻ തീറ്റ. അപ്പോൾ ഈ ടാൻ തീറ്റയും ആക്ച്വലി ഇവിടുത്തെ ഷിയർ സ്ട്രെയിൻ ആണ്. ഇനി ഈ ആംഗിൾ എന്ന് പറയുന്നത് വളരെ കുഞ്ഞാണ് എങ്കിൽ നമ്മൾ സൈൻ തീറ്റ നമുക്ക് തീറ്റ എന്ന് എഴുതാം, അല്ലെങ്കിൽ ടാൻ തീറ്റ തീറ്റ എന്ന് എഴുതാന്നുള്ള കണ്ടീഷൻ വരണമെങ്കിൽ ആ ആംഗിൾ വളരെ കുറേ, ഇപ്പോൾ ഒരു 1, 2, 3 ചെറിയ ഡിഗ്രികളാണ് എങ്കിൽ ടാൻ തീറ്റയ്ക്ക് വരെ നമുക്ക് തീറ്റ എന്ന് തന്നെ ഡയറക്റ്റ് അങ്ങ് കൊടുക്കാം. തീറ്റയാണ് dx/L എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ഒരു 3 ഇക്വേഷനാണ് ഷിയർ സ്ട്രെയിൻ വരുന്നത്. ഒന്നെങ്കിൽ ആ റിലേറ്റീവ് ആയിട്ട് രണ്ട് പ്ലെയിനുകൾ തമ്മിൽ എത്രമാത്രം സ്ഥാനാന്തരം ഉണ്ടായി അതിനെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടുത്തെ ടാൻ തീറ്റ എടുക്കുന്നു, അല്ലെങ്കിൽ ഡയറക്റ്റ് ആ തീറ്റ തന്നെ നമുക്കെടുത്ത് ഷിയർ സ്ട്രെയിൻ പറയാം. അപ്പോൾ ഈ 3 തരത്തിലുള്ള സ്ട്രെയിനുകളും നമ്മൾ കണ്ടു. ഒന്നാമത് നമ്മൾ കണ്ട സ്ട്രെയിൻ എന്ന് പറയുന്നത്
ഫസ്റ്റ് നമ്മൾ കണ്ട സ്ട്രെയിൻ എന്ന് പറയുന്നത് അനുദൈർഘ്യ സ്ട്രെയിൻ ആയിരുന്നു. സെക്കൻഡ് നമ്മൾ കണ്ടത് വോളിയം സ്ട്രെയിൻ ആണ്. മൂന്നാമത് നമ്മൾ കണ്ടത് ഷിയറിംഗ് സ്ട്രെയിൻ ആണ്. ഓക്കെ ഓക്കെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഇലാസ്റ്റിക പരിധി എന്നതാണ്. എന്താണ് ഇലാസ്റ്റികത പരിധി? അപ്പോൾ ഇവിടെ ഒരു വസ്തു ഒരു ചെറിയൊരു സ്പ്രിങ് നമ്മൾ എടുക്കുന്നു. ഈ സ്പ്രിങ്ങിലേക്ക് ഒരു വസ്തുവിനെ നമ്മൾ ഹാങ് ചെയ്യുന്നു. ഓക്കെ, ഒരു സ്പ്രിങ് എടുക്കുന്നു. ആ സ്പ്രിങ്ങിലേക്ക് നമ്മൾ ഓരോരോ വെയിറ്റ് ഇട്ടാൻ നോക്കുവാണെങ്കിൽ നമ്മൾ ഓരോരോ വസ്തുക്കളെ ഇതിനകത്തോട്ട് ഓരോ വെയിറ്റ് നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കാൻ പോവാം. അപ്പം നമ്മളിവിടെ ഒരു ന്യൂട്ടൺ ആദ്യം ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് ഈ ഒരു വസ്തുവിലേക്ക് നമ്മൾ ഈ കൊടുക്കുന്ന ബലം എന്താണ്? ഒരു രൂപാന്തര ബലമാണ്. അപ്പോൾ ഈ ബലം കൊടുക്കുമ്പോഴത്തേക്ക് ഈ സ്പ്രിങ്ങിൻ്റെ രൂപം മാറും, സ്പ്രിങ്ങിൻ്റെ നീളം ഒന്നും കൂടെ കൂടും. അപ്പോൾ ഈ ബലം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ സ്പ്രിങ്ങിൻ്റെ നീളം കൂടി. എന്നിട്ട് ഈ ബലം നമ്മളങ്ങ് പിൻവലിക്കുകയാണ്. അതായത് ഈ 1 ന്യൂട്ടൺ ഇവിടുത്തെ മാറ്റുമ്പോൾ വസ്തു വീണ്ടും അതിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് തിരിച്ചു വരുന്നു. അപ്പം നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് ഓരോ വെയിറ്റ് ഇട്ട് നമ്മൾ നോക്കുന്നു. ഒരു 2 ന്യൂട്ടൺ 3 ന്യൂട്ടൺ അങ്ങനെ ഇട്ട് നോക്കി നമ്മളിപ്പോൾ ഒരു 50 ന്യൂട്ടൺ വരെ 49 ന്യൂട്ടൺ വരെ ഇട്ട് നോക്കുമ്പോൾ നമ്മൾ ഈ 49 ന്യൂട്ടൺ ഇട്ട് കൊടുക്കുന്നു. വസ്തുവിൻ്റെ നീളം കൂടി 49 ന്യൂട്ടൺ മാറ്റുന്നു. വസ്തു ആദ്യം ഏത് നീളത്തിലാണോ അതിൽ തന്നെ തിരിച്ചെത്തുന്നു. ഓക്കെ, ഇനി ഒരു 50 ന്യൂട്ടൺ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വസ്തുവിന് ഒരു നീളം എന്ത് ചെയ്യും? കൂടും. ഈ 50 ന്യൂട്ടൺ പിൻവലിക്കുമ്പോൾ വസ്തു യഥാർത്ഥ നീളത്തിൽ എത്തിച്ചേരില്ല. ഇപ്പോൾ യഥാർത്ഥ നീളം ഒരു 10 ആണെങ്കിൽ ചിലപ്പോൾ അതിനകത്തൊരു 10.1 അല്ലെങ്കിൽ 10.2 നീളമായിരിക്കും 50 ന്യൂട്ടൺ പിൻവലിക്കുമ്പോൾ. അതായത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഈ വസ്തുവിൽ നമുക്കൊരു 49 ന്യൂട്ടൺ വരെ കൊടുത്താലേ വസ്തു ഇലാസ്റ്റിക് വസ്തുവായിട്ട് പെരുമാറും. 49 ന്യൂട്ടൺ കഴിഞ്ഞാൽ വസ്തുവിൽ എന്ത് പറ്റത്തില്ല? ഇലാസ്റ്റികത വസ്തുവിൻ്റെ നഷ്ടപ്പെടും. അപ്പോൾ വസ്തു ഇലാസ്റ്റിക് ആകാൻ പറ്റുന്ന ഏറ്റവും കൂടിയ വാല്യൂ ആണ് 49 ന്യൂട്ടൺ. അപ്പോൾ ഒരു വസ്തു ഇലാസ്റ്റിക് ആയിട്ട് നിൽക്കുന്ന നമ്മൾ ഏത് രൂപാന്തര ബലം കൊടുക്കുമ്പോൾ വസ്തുവിന് എന്ത് പറ്റും? ഒരു രൂപാന്തര ബലം കൊടുക്കുമ്പോൾ വസ്തുവിന് തുല്യമായിട്ട് ഒരു പുനഃസ്ഥാപന ബലം ഉണ്ടാവും. ഈ പുനഃസ്ഥാപന ബലം പെർ യൂണിറ്റ് ഏരിയ ആണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വസ്തുവിൽ കൊടുക്കാൻ പറ്റുന്ന മാക്സിമം സ്ട്രെസ് നമുക്കിതിനെ പറയാൻ പറ്റുമല്ലോ. അതായത് ഇലാസ്റ്റിക് ആയിട്ട് നിൽക്കുന്ന വസ്തുവിന് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം സ്ട്രെസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഇലാസ്റ്റിക ലിമിറ്റ്. അതായത് ഈ ലിമിറ്റിനുള്ളിൽ നമ്മളൊരു ബലം കൊടുത്തു കഴിഞ്ഞാൽ വസ്തു അതിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് തിരിച്ചെത്തും. പക്ഷേ ഈ ലിമിറ്റ് കഴിഞ്ഞാൽ എന്ത് പറ്റും? വസ്തു യഥാർത്ഥ രൂപത്തിൽ തിരിച്ചു വരില്ല, അതൊരു പ്ലാസ്റ്റിക വസ്തുവായിട്ട് മാറും. അപ്പോൾ ഇലാസ്റ്റിക് ലിമിറ്റ് നമ്മളിങ്ങനെ റെപ്രസെൻ്റ് ചെയ്താൽ ഈ ഇലാസ്റ്റിക് ലിമിറ്റിന് ശേഷം വസ്തു പ്ലാസ്റ്റിക വസ്തുവായിട്ടും ഈ ഇലാസ്റ്റിക് ലിമിറ്റിന് മുന്നേ വസ്തു ഇലാസ്റ്റിക് വസ്തുവായിട്ടും പെരുമാറുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് വസ്തു ഇലാസ്റ്റിക് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന ഒരു പരിധിയാണ് ഇലാസ്റ്റിക പരിധി. ആ ഇലാസ്റ്റിക പരിധിക്ക് മുന്നേ വരെ വസ്തു ഇലാസ്റ്റിക് ആയിട്ടും ഇലാസ്റ്റിക പരിധിക്ക് ശേഷം വസ്തു പ്ലാസ്റ്റിക് ആയിട്ടും ബിഹേവ് ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കിയേ, നമ്മളൊരു രൂപാന്തര ബലം കൊടുത്തു, അത് പിൻവലിച്ചതിന് ശേഷം വസ്തു എന്ത് ചെയ്യുന്നു? യഥാർത്ഥ രൂപത്തിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം ആയിട്ടുള്ള രൂപാന്തര ബലം അല്ലെങ്കിൽ ആ വസ്തുവിനുണ്ടാകുന്ന ഏറ്റവും മാക്സിമം ആയിട്ടുള്ള സ്ട്രെസ് അത്രയും കൊടുക്കുന്ന ലിമിറ്റിനെയാണ് നമ്മൾ പറയുന്നത് എലാസ്റ്റിക് ലിമിറ്റ്. ഇതിന് ശേഷമാണ് എങ്കിൽ നോക്കിയേ വസ്തു എന്ത് ചെയ്യും? ഒരു സ്ഥിരമായ രൂപാന്തരത്തിലേക്ക് എത്തിച്ചേരുന്നു, അല്ലെങ്കിൽ വസ്തു ഒരു പ്ലാസ്റ്റിക് വസ്തുവായിട്ട് മാറുന്നു. അപ്പോൾ എലാസ്റ്റിക് ലിമിറ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഈ എലാസ്റ്റിക് ലിമിറ്റ് നമ്മളിപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഹുക്സിൻ്റെ ഒരു നിയമം പറയാൻ വേണ്ടിയാണ്. യഥാർത്ഥത്തിലുള്ള ഹുക്സ് നിയമത്തിൻ്റെ ഒരു മോഡിഫൈഡ് ഹുക്സ് നിയമത്തെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്താണ് ഹുക്സ് നിയമം എന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് വർക്ക് എനർജി പവർ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിനകത്ത് സ്പ്രിങ്ങിൻ്റെ കാര്യം പറയുമ്പം ഹുക്സ് നിയമം പറയുന്നതാണ്. 1679 റോബർട്ട് ഹുക്ക് എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റ് ഒരുപാട് സ്പ്രിങ്ങുകളെയൊക്കെ പറ്റി അദ്ദേഹം പഠിച്ചു. അപ്പോൾ സ്പ്രിങ്ങുകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പഠിക്കാൻ അദ്ദേഹം വളരെ താല്പര്യമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ ചെയ്തൊരു എക്സ്പെരിമെൻ്റ് ആണ് ഒരു സ്പ്രിങ്ങിനെ ഓക്കെ ഇങ്ങനെ ഒരു സ്പ്രിങ്. അപ്പോൾ ഈ ഒരു സ്പ്രിങ്ങിലേക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്പ്രിങ്ങിങ് എൻഡിലേക്ക് ഒരു
ബലം അദ്ദേഹം കൊടുത്തു. അപ്പോൾ ഈ ബലം നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു. എന്ത് ബലമാണ്? രൂപാന്തര ബലമാണ്. കാരണം ഇങ്ങനെ ഒരു ബലം കൊടുക്കുമ്പോഴത്തേക്ക് വസ്തുവിൽ ഒരു രൂപമാറ്റം സംഭവിക്കും. അപ്പോൾ ഈ വസ്തുവിലേക്ക് ഇങ്ങനെ ഒരു ബലം കൊടുക്കുമ്പോൾ വസ്തുത ഇങ്ങോട്ടേക്ക് ചെറുതായിട്ട് നീങ്ങുന്നതായിട്ട് കാണാൻ പറ്റത്തില്ലേ നമുക്ക്? ഇങ്ങനെ ബലം കൊടുക്കുമ്പോൾ വസ്തുവിൻ്റെ സ്ഥാനം ചെറുതായിട്ട്, ഈ സ്പ്രിങ്ങിൻ്റെ സ്ഥാനത്തിൽ ചെറുതായിട്ടൊന്ന് മാറി. ഇപ്പോൾ വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം എക്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തതൊരു ഡീഫോമിംഗ് ഫോഴ്സ് ആണ്. അപ്പോൾ നമ്മളറിയാം, നമുക്കൊരു രൂപാന്തര ബലം കൊടുക്കുമ്പോഴത്തേക്ക് അതിന് തുല്യവും വിപരീതവുമായിട്ട് വസ്തുവിലൊരു പുനഃസ്ഥാപന ബലം ഉണ്ടാകും. ഇങ്ങോട്ട് രൂപാന്തര ബലം കൊടുത്താൽ അതിന് എതിർ ദശയിലായിരിക്കും പുനഃസ്ഥാപന ബലം ഉണ്ടാവുന്നത്. അപ്പോൾ ഹുക്ക് പറഞ്ഞു ഈ പുനഃസ്ഥാപന ബലം എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റിന് പ്രൊപ്പോർഷണൽ ആണ്. അതായത് സ്ഥാനാന്തരവും പുനഃസ്ഥാപന ബലവും പ്രൊപ്പോർഷണൽ ആണ്. ഈ പുനഃസ്ഥാപന ബലവും സ്ഥാനാന്തരവും ഏത് ദശയിലായിരിക്കും? വിപരീത ദിശയിലായിരിക്കും. ഇപ്പം നമ്മൾ ഇങ്ങോട്ടേക്ക് നമ്മളൊരു വസ്തുവിൽ രൂപാന്തര ബലം കൊടുക്കുമ്പം വസ്തുവിൽ ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്തുണ്ടാവും? പുനഃസ്ഥാപന ബലം ഉണ്ടാവും. അപ്പോൾ ഇവിടെ നോക്കിയേ, പുനഃസ്ഥാപന ബലവും അതിനുണ്ടാവുന്ന ഒരു സ്ഥാനാന്തരവും എതിർ ദിശയിലാണ്. അപ്പോൾ എതിർ ദിശയിലാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു നെഗറ്റീവ് സിമ്പൽ കൊടുക്കണം. അതായത് ഉണ്ടാകുന്ന പുനഃസ്ഥാപന ബലവും രൂപാന്തരവും എതിർ ദിശയിലാണ്. അപ്പോൾ ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി അദ്ദേഹം യൂസ് ചെയ്ത കോൺസ്റ്റന്റ് ആണ് കെ എന്ന് പറയും. അപ്പോൾ ഈ കെ നമ്മൾ പറയും സ്പ്രിംഗ് കോൺസ്റ്റന്റ്. ഓക്കെ, സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്നും സ്പ്രിംഗ് ഫാക്ടർ എന്നും ഒക്കെ പറയും. അപ്പോൾ ഈ ഒരു നിയമമാണ് ഹുക്സ് നിയമം എന്ന് പറയുന്നത്. യഥാർത്ഥ ഹുക്സ് നിയമം എന്ന് പറഞ്ഞാൽ ഇതാണ്. F = kx എന്ന് പറഞ്ഞ ഒരു സമവാക്യത്തിൽ എഴുതാൻ പറ്റുന്ന നിയമമാണ് ഹുക്സ് നിയമം. ഇത് 1679 റോബർട്ട് ഹുക്ക് എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞനാണ് കൊണ്ടുവന്നത്. ഈ റോബർട്ട് ഹുക്കിന്റെ ഈ ഒരു എക്സ്പെരിമെന്റിനെ നമ്മുടെ തോമസ് യങ് എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് കൂടുതലായിട്ട് പഠിച്ചു. അങ്ങനെ തോമസ് യങ് 1807 ഈ ഹുക്സ് നിയമത്തിൽ ചെറുതായിട്ടൊക്കെ ഒരു രൂപമാറ്റം വരുത്തി അദ്ദേഹം പുതിയൊരു ഹുക്സ് നിയമത്തെ അദ്ദേഹം കൊണ്ടുവന്നു. അപ്പോൾ ഈ പുതിയ ഹുക്സ് നിയമത്തെ പുനർക്രമീകരിച്ച ഹുക്സ് നിയമം എന്നറിയപ്പെടുന്നു. ഇതിനെ നമ്മൾ ഹുക്സ് നിയമം എന്നാണ് കേട്ടോ പറയുന്നത്. രണ്ടും ഹുക്സ് നിയമമാണ്. പക്ഷെ യഥാർത്ഥ ഹുക്സ് നിയമം ഇതാണെന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. ഈ ഒരു ഇക്വേഷനും നമ്മൾ പഠിക്കുന്ന പുതിയ ഹുക്സ് നിയമത്തിൻ്റെ ഇക്വേഷനും കൊടുത്താലും ഇതായിരിക്കും കറക്റ്റ് ഹുക്സ് നിയമം പറയുന്നത്. കാരണം F = kx എന്നുള്ള ഇക്വേഷനാണ് യഥാർത്ഥ ഹുക്സ് നിയമം. ഇനി നമ്മൾ മാറ്റം വരുത്തിയ ഹുക്സ് നിയമം പറയുന്നത് ഇങ്ങനെയാണ്. അത് 1807 കൊണ്ടുവന്നത്. തോമസ് യങ് ആണ് കൊണ്ടുവന്നത്. അദ്ദേഹം പറയുന്നത് ഇലാസ്റ്റിക് പരിധിക്കുള്ളിൽ, ഇത് എപ്പോഴും ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ പലവട്ടം ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇലാസ്റ്റിക് പരിധിക്കുള്ളിൽ സ്ട്രെസ്സും സ്ട്രെയിനും നേർ അനുപാതമായിരിക്കും. അതായത് നമ്മളൊരു ഇലാസ്റ്റിക് ലിമിറ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും സ്ട്രെസ്സും സ്ട്രെയിനും നേർ അനുപാതമായിരിക്കും. അതായത് സ്ട്രെസ് കൂടിയാൽ സ്ട്രെയിൻ കൂടും, സ്ട്രെസ് കുറഞ്ഞാൽ സ്ട്രെയിൻ കുറയും. അപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ, നമ്മൾ ഈ ഒരു അനുപാതത്തിൻ്റെ ചിഹ്നം മാറ്റാനായിട്ട് നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഈ കെ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ് എലാസ്റ്റിക് കോൺസ്റ്റന്റ് അഥവാ കോയിഫിഷ്യന്റ് ഓഫ് എലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ എലാസ്റ്റിക മോഡുലസ് എന്ന് 3 പേരുകളിൽ അറിയപ്പെടുന്നു. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ഇലാസ്റ്റികത മോഡുലസ് അല്ലെങ്കിൽ കോയിഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഈ 3 പേരിൽ അറിയപ്പെടുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് ഈ കെ. അപ്പോൾ ഈ കെ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? കെ കിട്ടാൻ സ്ട്രെസ്സും സ്ട്രെയിനും നേർ അനുപാതകമായിരിക്കും. സ്ട്രെസ് = k × സ്ട്രെയിൻ. കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ്, അനുപാത സ്ഥിരാങ്കം എന്ന് പറയുന്നത് ഇലാസ്റ്റികത മോഡുലസ് ആയിരിക്കും, അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കെ = സ്ട്രെസ്സിനെ നമ്മൾ സ്ട്രെയിൻ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ കെയുടെ യൂണിറ്റ് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം സ്ട്രെസ് എന്ന് പറയുന്നത് അതിലുണ്ടാവുന്ന പുനഃസ്ഥാപന ബലം ബൈ ഏരിയയാണ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് Nm/m² ആണ് നമുക്കറിയാം. ഇനി സ്ട്രെയിൻ യൂണിറ്റ് ഉണ്ടോ? നമ്മൾ പഠിച്ചു, യൂണിറ്റും ഇല്ല ഡയമെൻഷനും ഇല്ലാത്ത ഒരു ഭൗതിക അളവാണ് സ്ട്രെയിൻ. അപ്പോൾ സ്ട്രെയിന് യൂണിറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ കെ ഇലാസ്റ്റിക മോഡുലസിൻ്റെ യൂണിറ്റ് ആണ് Nm/m². ഓക്കെ, സെയിം യൂണിറ്റ്സ് ഉള്ള കുറേ ഭൗതിക അളവുകൾ തന്നിട്ട് അതിൽ നിന്നും തരം തിരിച്ച് എഴുതാൻ ചോദിക്കും. അപ്പോൾ അതിന് നിങ്ങൾ അറിയേണ്ടത് ഓരോന്നിൻ്റെ ഇക്വേഷൻസ് അറിഞ്ഞു വെച്ചാൽ പെട്ടെന്ന് നമുക്കതിൻ്റെ യൂണിറ്റിലോട്ട് എത്തിച്ചേരാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഇലാസ്റ്റികത
മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെയൊക്കെ, അങ്ങനെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലോട്ട് പോകുന്നുണ്ട്. NCERT ബൂസ്റ്ററിന് വേണ്ടി നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ PYQ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഇലാസ്റ്റികത മോഡുലസ് ആരെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു. ഒന്നാമത്തത് ഇലാസ്റ്റികത മോഡുലസ് ആശ്രയിക്കുന്നത് ആ വസ്തുവിൻ്റെ സ്വഭാവത്തെ ആയിരിക്കും. അതായത് വസ്തുക്കൾക്കനുസരിച്ച് ഇലാസ്റ്റികത മോഡുലസ് മാറിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ സ്റ്റീലോ കോപ്പറോ അങ്ങനെ ഓരോ വസ്തു എടുത്താലും ഇലാസ്റ്റികത മോഡുലസ് വ്യത്യസ്തമായിരിക്കും. അതായത് വസ്തുവിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ഇലാസ്റ്റികത മോഡുലസ് മാറുന്നു. രണ്ടാമത്തെ കാര്യം, ഏത് സ്ട്രെസ്സാണ് നമ്മൾ കൊടുക്കുന്നത് എന്നനുസരിച്ചും ഇലാസ്റ്റികത മോഡുലസ് മാറും. ഏത് സ്ട്രെസ്സാണോ നമ്മൾ കൊടുക്കുന്നത് സ്ട്രെസ്സിനനുസരിച്ചും ഇലാസ്റ്റികത മോഡുലസ് മാറും. അപ്പോൾ ഇലാസ്റ്റികത മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്, അത് ആശ്രയിക്കുന്നത് രണ്ട് കാര്യങ്ങളെയാണ്. ഒന്നാമത്തേന്ന് പറയുന്നത് ഏത് വസ്തുവാണോ വസ്തുവിൻ്റെ സ്വഭാവം. രണ്ടാമത്തത് നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ്സിനെ അനുസരിച്ചിരിക്കും. എങ്ങനെയാണോ നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സമ്മർദ്ദം അതിനെ അനുസരിച്ചും ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ മാത്രമേ ഇലാസ്റ്റിക് മോഡുലസ് ഡിപ്പെൻഡ് ചെയ്യൂ. അതായത് ലെങ്ത്, റേഡിയസ് അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യില്ല. രണ്ട് പ്രോപ്പർട്ടീസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ. ഓക്കെ, ഇനി നമ്മൾ ഇലാസ്റ്റികത മോഡുലസ് തന്നെ 3 തരമുണ്ട്. അപ്പോൾ ഓരോ തരത്തിലുള്ള ഇലാസ്റ്റികത മോഡുലസെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ 3 തരത്തിലുള്ള ഇലാസ്റ്റികത മോഡുലസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തത് യങ്സ് മോഡുലസ്, രണ്ടാമത്തത് ബൾക്ക് മോഡുലസ്, മൂന്നാമത്തത് റിജിഡിറ്റി ഓർ ഷിയർ മോഡുലസ്. അപ്പോൾ ഈ 3 തരത്തിലുള്ള ഇലാസ്റ്റികത മോഡുലസ് ഉണ്ട്. യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി ഓർ ഷിയർ മോഡുലസ്. ഇങ്ങനെ 3 തരത്തിലുള്ള മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. അതിനകത്ത് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് യങ്സ് മോഡുലസ് ആണ് കേട്ടോ. യങ്സ് മോഡുലസ്, അതായത് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി പറയുന്നത് ഇലാസ്റ്റികത പരിധിക്കുള്ളിൽ അനുദൈർഘ്യ സ്ട്രെസ്സിൻ്റെയും അനുദൈർഘ്യ സ്ട്രെയിനിൻ്റെയും അനുപാതമാണ് യങ്സ് മോഡുലസ്. നമ്മൾ യങ്സ് മോഡുലസ് കണ്ടുപിടിക്കാൻ ചെയ്യുന്നത് എപ്പോഴും ഇത് പറയണം, ഇലാസ്റ്റികത പരിധിക്കുള്ളിൽ സ്ട്രെസ്സും സ്ട്രെയിനും പ്രൊപ്പോർഷണൽ ആണെങ്കിൽ അത് ഹുക്സ് നിയമം. ഓക്കെ, അതുപോലെ തന്നെ ഇലാസ്റ്റികത പരിധിക്കുള്ളിൽ അനുദൈർഘ്യ സ്ട്രെസ്സും അനുദൈർഘ്യ സ്ട്രെയിൻ്റെ അനുപാതമാണ് യങ്സ് മോഡുലസ്. ഈ ഇലാസ്റ്റികത ലിമിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നോക്കിയേ, ഇലാസ്റ്റിക് ലിമിറ്റിനുള്ളിൽ അനുദൈർഘ്യ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്, നീളം ഒന്നെങ്കിൽ കൂടാം, നീളം കൂടിയ അത് വലിവ് സ്ട്രെസ്, നീളം കുറഞ്ഞ കംപ്രസീവ് സ്ട്രെസ് അല്ലെങ്കിൽ സമ്മർദ്ദിത സ്ട്രെസ്, അതിനെ നമ്മൾ അനുദൈർഘ്യ സ്ട്രെയിൻ അഥവാ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ യങ്സ് മോഡുലസ് നമുക്ക് കിട്ടും. ഓക്കെ, അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എഴുതാം. അനുദൈർഘ്യ സ്ട്രെസ്സിനെ ലോഞ്ച് എന്നേ എഴുതിയിട്ടുള്ളൂ ഞാൻ കേട്ടോ. അനുദൈർഘ്യ ലോഞ്ചിറ്റ്യൂഡിനൽ എന്നുള്ള രീതിയിലാണ്. അനുദൈർഘ്യ സ്ട്രെസ്സിനെ അനുദൈർഘ്യ സ്ട്രെയിൻ കൊണ്ട് നമ്മൾ ഹരിക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് യങ്സ് മോഡുലസ്. യങ്സ് മോഡുലസിനെ Y എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് കേട്ടോ റെപ്രസെന്റ് ചെയ്യുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്, അനുദൈർഘ്യ സ്ട്രെസ് ബൈ അനുദൈർഘ്യ സ്ട്രെയിൻ. അപ്പോൾ നമ്മൾ നോക്കിയ അനുദൈർഘ്യ സ്ട്രെസ് നമ്മൾ എങ്ങനെ എഴുതുന്നത്? ഫോഴ്സ് ബൈ ഏരിയ എന്നുള്ള രീതിയിലല്ലേ സ്ട്രെസ്സിനെ പൊതുവെ എഴുതുന്ന രീതി. ഫോഴ്സ് ബൈ ഏരിയ ബൈ അനുദൈർഘ്യ സ്ട്രെയിൻ. അനുദൈർഘ്യ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ നീളത്തിനുണ്ടാകുന്ന മാറ്റം, നീളത്തിനുണ്ടാകുന്ന വ്യത്യാസത്തെ ഒറിജിനൽ നീളം കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും Y എന്ന് പറയുന്നത് F ബൈ A ഇൻറ്റു L ബൈ ഡെൽറ്റ L. ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യാനായിട്ടുണ്ട്. Y is equal to F by A into L by delta L. കഴിഞ്ഞ വർഷത്തെ പല വർഷത്തെയും ക്വസ്റ്റിനകത്ത് യങ്സ് മോഡുലസോ ബൾക്ക് മോഡുലസോ അല്ലെങ്കിൽ ഷിയർ മോഡുലസോ കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇക്വേഷൻസ് നമ്മളിടത്തേക്ക് ബൈ ഹാർട്ട് ചെയ്യുക. Y is equal to യങ്സ് മോഡുലസ് is equal to F by A into L by delta. ഇത്രയും മനസ്സിലായോ? ഓക്കെ, നമുക്കിനി ഇത് റിലേറ്റ്, ഇപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്ത് കുറച്ച് പ്രാക്ടീസ് സെക്ഷൻസ് ചെയ്യാം. ലാസ്റ്റ് നമ്മൾ PYQ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്രാക്ടീസ് സെക്ഷൻ നമുക്ക് നോക്കാവേ. 10⁻⁷ Newton meter raised to -2
ന്യൂട്ടൺ മീറ്റർ റേസ്റ്റ് -2 എഴുതുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ. അതായത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണെങ്കിൽ നമുക്കതിനെ ന്യൂട്ടൺ മീറ്റർ റേസ്റ്റ് ഇതിൻ്റെ പവർ +2 ആണ്. ന്യൂമറേറ്ററിൽ ചെല്ലുമ്പോൾ -2 ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് 10⁻⁷ ന്യൂട്ടൺ മീറ്റർ റേസ്റ്റ് -2 സമ്മർദ്ദം ചെലുത്തുമ്പോൾ സസ്പെൻഡ് ചെയ്ത വയറിൻ്റെ നീളം അതിൻ്റെ യഥാർത്ഥ നീളത്തിൻ്റെ 10⁴ ആയി വർദ്ധിക്കുന്നു. വയർ മെറ്റീരിയലിൻ്റെ യങ്സ് മോഡുലസ് കാണുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ശ്രദ്ധിച്ച് ആദ്യം വായിക്കുക. 10⁻⁷ ന്യൂട്ടൺ മീറ്റർ റേസ്റ്റ് -2 നമ്മൾ യൂണിറ്റ് കണ്ടിട്ട് ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ യൂണിറ്റ് കണ്ടിട്ട് നിങ്ങൾ അത് ഏത് ക്വാണ്ടിറ്റി ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. 10⁻⁷ ന്യൂട്ടൺ മീറ്റർ റേസ്റ്റ് -2 സമ്മർദ്ദം എന്നല്ലേ പറഞ്ഞേ. അപ്പം ന്യൂട്ടൺ മീറ്റർ റേസ്റ്റ് -2 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ നമ്മൾ പഠിച്ചു. അത് എന്തിൻ്റെ യൂണിറ്റ് ആണ്? ഇവിടെ തന്നിട്ടുള്ളത് സമ്മർദ്ദം തന്നെയാണ്. സമ്മർദ്ദം അല്ലെങ്കിൽ സ്ട്രെസ് നമ്മൾ പഠിച്ചു. സ്ട്രെസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് അതിൻ്റെ യൂണിറ്റ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിരിക്കുന്നു അതിൻ്റെ സ്ട്രെസ് എന്ന് പറയുന്നത് 10⁻⁷ ന്യൂട്ടൺ മീറ്റർ റേസ്റ്റ് -2 ആണ്. ഓക്കെ, അപ്പോൾ ഈ വയറിൻ്റെ നീളം യഥാർത്ഥ നീളത്തിൻ്റെ, ഇപ്പം വയറിൻ്റെ നീളം എന്ന് പറയുന്നത് അപ്പം ഒരു വസ്തു നമ്മൾ ഒരു സമ്മർദ്ദം ചെലുത്തിയപ്പം വയറിൻ്റെ നീളം വർദ്ധിച്ചു. ആ വർധനവ് എന്ന് പറയുന്നത് യഥാർത്ഥ നീളത്തിൻ്റെ 10⁻⁴ ആണ്. ഇപ്പം യഥാർത്ഥത്തിൽ എത്ര നീളമുണ്ടോ അതിൻ്റെ 10⁻⁴ ഇവിടെ നീളം വർദ്ധിച്ചത്. അപ്പം നമ്മൾ നോക്കിയേ, നീളത്തിനുണ്ടായ വർധനവ് എന്ന് പറയുന്നത് 10⁻⁴ തവണ ഒറിജിനൽ നീളം. അങ്ങനല്ലേ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് റീഅറേഞ്ച് ചെയ്ത് ΔL/L എന്ന് പറയുന്നത് എന്ത് കിട്ടും? 10⁻⁴. അപ്പോൾ ഈ ΔL/L എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചു? നീളത്തിനുണ്ടായ വ്യത്യാസം ബൈ ഒറിജിനൽ നീളം. അതെന്ന് പറയുന്നത് ഇവിടുത്തെ സ്ട്രെയിൻ അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ട്രെസ്സും കിട്ടി സ്ട്രെയിനും കിട്ടി. ഡയറക്റ്റ് ചോദിച്ചിരിക്കുന്നു യങ്സ് മോഡുലസ് കണ്ടുപിടിക്കാൻ. അപ്പോൾ യങ്സ് മോഡുലസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് സ്ട്രെസ്സിനെ സ്ട്രെയിൻ കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് യങ്സ് മോഡുലസ് ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സ്ട്രെസ്സിൻ്റെ വാല്യൂ എത്രയാണ്? 10⁻⁷. സ്ട്രെയിനിൻ്റെ വാല്യൂ 10⁻⁴. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. A/m/A/n എന്നുള്ള ഫോർമുലയിലാണ് കേട്ടോ. അപ്പം ഇങ്ങനെ രണ്ട് ഫാക്ടേഴ്സ്, അതായത് ഇതിൻ്റെ രണ്ടിൻ്റെയും ബേസ് സെയിം ആണ്, രണ്ടും 10. പവർ ഡിഫറെൻ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം? പവേഴ്സ് നമ്മൾ ജസ്റ്റ് കുറച്ചാൽ മതി. ഓക്കെ, ഇനി മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ പവേഴ്സ് തമ്മിൽ കൂട്ടിയാൽ മതി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഡയറക്റ്റ് പവേഴ്സ് തമ്മിൽ കുറച്ചാൽ മതി. 10⁻⁵. ഓക്കെ, ചില സമയത്ത് ക്വസ്റ്റ്യനെ നമ്മൾ കൺഫ്യൂസ് ചെയ്യാൻ നമ്മൾ ചെയ്ത് നോക്കുന്ന ഇത്രയും കിട്ടും, പക്ഷേ അവർ യൂണിറ്റ് തെറ്റിച്ച് തരും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എഴുതുക. സ്ട്രെസ്സിൻ്റെയൊക്കെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ.